നമസ്കാരം. വയനാട് അപകടത്തിന്റെ പശ്ചാത്തലമാണെങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയും ചെയ്യുന്നത്. നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ സമയത്ത് മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളത്തില് ഓഫ് റോഡ് വാഹനങ്ങളുണ്ട്, ഓഫ് റോഡ് പോകാൻ കഴിയുന്ന വാഹനങ്ങൾ ഒരുപാടുണ്ട്. ആ വാഹനങ്ങളെ നിരത്തിലിറങ്ങാൻ സമ്മതിക്കില്ല. കാരണം ഓഫ് റോഡ് പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പോകാൻ വേണ്ടി ആ വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ അത്തരം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളാണ് ഇത്തരത്തിൽ വയനാട് പോലെയുള്ള ഭാഗത്ത് ദുരന്തം ഉണ്ടാകുമ്പോൾ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇറക്കുന്നത്. അവിടെ വിളിക്കും, അറിയാവുന്ന വാഹനങ്ങളൊക്കെ ലോറിയിൽ കയറ്റിയാലും റോഡിൽ ഓടിച്ചാലും കൊണ്ടുവന്ന് ഈ മലയും കാടും ഒക്കെ കടന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അന്നേരം ഈ MVDക്ക് യാതൊരു കുഴപ്പമില്ല, ഈ മോട്ടോർ വാഹന വകുപ്പിന് ഒരു കുഴപ്പമില്ല. അത് നിയമവിരുദ്ധമല്ല, യാതൊന്നുമല്ല. എന്നാൽ ഈ ദുരിതത്തിനൊക്കെ ഒരു അറുതി വന്നതിന് ശേഷം അല്ലെങ്കിൽ അറുതി വരുത്തി ഇവരുടെ സഹായമെല്ലാം പങ്കെല്ലാം പറ്റിയതിന് ശേഷം പിന്നെ ഈ വാഹനം എവിടെയെങ്കിലും ഒതുക്കിയിടുമ്പോൾ പഴയ ഫോട്ടോയും തപ്പിപ്പിടിച്ചുകൊണ്ട് വരും അവരെ പൂട്ടാൻ വേണ്ടിയിട്ട്. അവിടെ മോട്ടോർ വാഹന വകുപ്പ് പറയും അതിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വെച്ചു, മോഡിഫിക്കേഷൻ ചെയ്തു, അത് നിയമവിരുദ്ധമാണ്, അതാണ് ഇതാണ്, ആനയാണ് ചേനയാണ് എന്ന്. 2018 പ്രളയം നമുക്കറിയാം. ആ പ്രളയത്തിൽ ആ വെള്ളത്തിലൂടെ ഓടിയ വാഹനങ്ങൾ മുഴുവൻ മോഡിഫൈ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. ആ വാഹനങ്ങൾ അതിലൂടെ ഓടാൻ പറ്റൂ, സാധാരണ ഒരു വാഹനം ഓടാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള വാഹനം ഇവിടെ വേണം. മറ്റെല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യ അല്ലാതെ മറ്റെല്ലാ രാജ്യങ്ങളിലും അത്തരം മാറ്റങ്ങൾ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് അധിക നികുതി ആവശ്യമുണ്ടെങ്കിൽ അത് ഈടാക്കിക്കൊണ്ട് തന്നെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ആവശ്യങ്ങൾക്ക് ഒരു താറ് വാങ്ങി അതവരെ മോഡിഫൈ ചെയ്തിട്ട് അത് ഓഫ് റോഡ് പോകാൻ മലയിൽ കയറാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോഡെ കൂടെ ഓടിക്കണ്ടെന്ന് വെച്ചാൽ പോരെ, ഒരു മലയിലൂടെ ഓടിച്ചു പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഓടിച്ചോട്ടെ. ഇവിടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒരു മോഡിഫിക്കേഷൻ വരുത്താത്ത വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽ പെടുന്നില്ലേ? അല്ല, ഇത് നിയമവിരുദ്ധമാണെങ്കിൽ അവിടെ അപകടം ഉണ്ടാകരുത്. എല്ലാ ഭാഗത്തും അപകടം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അപകടം ഉണ്ടാവുന്നതിന്റെ കാരണം വേറെയാണ്, ഈ മോഡിഫൈ ചെയ്യുന്ന ഒരു പ്രശ്നമല്ല. മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനാണ് മറ്റു ഭാഗങ്ങൾ ഇവിടെ വിൽക്കാൻ അനുവദിക്കുന്നത്? അതിന്റെ നികുതി വേണം. പക്ഷെ അത് വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റകരമായി. എന്നാൽ ഇതുപോലെ ദുരന്തങ്ങളും വരുമ്പോൾ അത്തരം വാഹനങ്ങൾ വേണവും താനും. കാരണം അതിനെ പറ്റൂ. അല്ലാതെ ഒരു വാഹനം ഇത്തരം പോലെ മല കയറി പോകില്ല, കാട് റോഡില്ലാതെ കയറി പോകില്ല, ഓഫ് റോഡ് പോകില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇതേ മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഈ വാഹനങ്ങൾ പിടിക്കുകയും ആവശ്യം കഴിയുമ്പോൾ അവരെ തന്നെ കൊല്ലിക്ക് പിടിച്ചുകൊണ്ട് അനാവശ്യമായി ഫൈൻ അടിച്ചുകൊണ്ട് ആ വാഹനം കണ്ടുകിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെ നിയമം മാറണം. എന്തിനാണ് നിയമം? നിയമം മനുഷ്യന് വേണ്ടിയിട്ടാണോ അതോ മനുഷ്യൻ നിയമത്തിന് വേണ്ടിയിട്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യന് വേണ്ടി, അവന്റെ ജീവിതത്തിന് വേണ്ടി, സ്വസ്ഥമായ ജീവിതത്തിനും അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കണമെന്നാണ്. ഇവിടെ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ആ നിയമത്തിനനുസരിച്ചിട്ട് മനുഷ്യൻ ജീവിക്കണം എന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകാൻ നിലവിലുള്ള നിയമത്തിനനുസരിച്ചുള്ള ഏതെങ്കിലും വാഹനം കയറി പോകും. ഒരാൾക്ക് വനത്തിലൂടെ ഒരു വാഹനം ഓടിച്ചു പോകണം, അല്ലെങ്കിൽ അതുപോലെ റോഡില്ലാത്ത സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചു പോകണം, അതിന് അത്തരത്തിലുള്ള വാഹനം വേണം. അതുപോലെ റൈസിങ്, ഒരാൾക്ക് ജമ്പ് ചെയ്യിക്കണം, അതിന് അത്തരത്തിലുള്ള വാഹനം വേണം. അതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ തലതിരിഞ്ഞ കുറെ വൃത്തികെട്ട കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ കുറ്റമാക്കി ചമച്ചു വെച്ച് എന്തിനാണ് മനുഷ്യനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ നിയമങ്ങൾ? ലോകം വളരുന്നതനുസരിച്ചൊന്ന് വളരണ്ടേ? 2024 ഈ ലോകം കടന്നു പോകുന്നെന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായും ഇവിടെ അത്തരത്തിലുള്ള വാഹനങ്ങൾ അവർക്ക് ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കട്ടെ, മോഡിഫൈ ചെയ്യട്ടെ. ആ മോഡിഫൈ ചെയ്ത വാഹനം ഉറപ്പുണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിന് പെർമിറ്റ് അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒരു വാഹനം ഏത് രൂപത്തിൽ വേണമെന്ന് ആ കസ്റ്റമർ തീരുമാനിക്കട്ടെ. അയാൾ ആരെയും ഇടിച്ചു മറിക്കാനും ഇടിച്ചു കൊല്ലാനും ഒന്നല്ല ഉണ്ടാക്കുന്നത്. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപമാറ്റം വരുത്തുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയിട്ടുള്ള കാറുകളും ബൈക്കുകളും ഒക്കെ അവരുടെ ഇഷ്ടത്തിനാണ്. പക്ഷെ ഇവർക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അതിനെന്താണ് കുഴപ്പമുള്ളത്? ഇങ്ങനെ മോഡിഫൈ ചെയ്യാത്ത വാഹനങ്ങൾ ഒന്നും തന്നെ അപകടത്തിൽ പെടുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്നും ബ്രേക്ക് പോകുന്നില്ല, അതൊന്നും ആളെ ഇടിച്ചു കൊല്ലുന്നില്ല, ഒരു അപകടത്തിലും പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുന്നതിനൊരു കുറച്ചൊക്കെ അർത്ഥമുണ്ടെന്ന് വെക്കാം. ഇവിടെ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ എത്ര ആളെ കൊന്നു, മോഡിഫൈ ചെയ്യാത്ത വാഹനങ്ങൾ എത്ര ആളെ കൊന്നു എന്ന് കണക്കെടുക്കാമോ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിന്? ഇവിടെ മോഡിഫൈ ചെയ്താണല്ലോ വിഷയം. ഇത്രയും കാലം ഇവിടെ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ, ഈ വാഹനം ഇറങ്ങിയ കാലം മുതലുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ കൊലപാതകം മുഴുവൻ നടന്നത് മോഡിഫൈ ചെയ്യാത്ത വാഹനങ്ങളിലാണ്, മോഡിഫൈ ചെയ്ത വാഹനങ്ങളിലല്ല. അപ്പോൾ ഇത് ഏതോ വൈരാഗ്യ ബുദ്ധി പോലെ അല്ലെങ്കിൽ അസൂയ പോലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷെ അസൂയ ആയിരിക്കാം. തങ്ങൾക്ക് ഇതുപോലെ ഒരു വാഹനം വാങ്ങി, ഇത്ര വില കൂടിയ ഒരു വാഹനം വാങ്ങി ഇതുപോലെ മോഡിഫൈ ചെയ്യാൻ കഴിയാത്തതിലുള്ള ഒരു അസൂയ ആയിരിക്കാം. കാരണം അവർക്ക് അങ്ങനെ നടക്കാൻ പറ്റൂല. യൂണിഫോമിന്റെ ഉള്ളിലാണ്, ഒരു ചട്ടവട്ടത്തിനുള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു അസൂയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണ്. ഇന്നത്തെ വയനാട്ടിലേക്ക് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഓഫ് റോഡ് പോകുന്ന വാഹനങ്ങൾ മാക്സിമം കൊണ്ടുവരാൻ പറയുന്നു. ഇതിന്റെ ഗതി ഇതല്ലേ? ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിലോ മറ്റവർ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭംഗിയായിട്ട് അത് വീഡിയോയിൽ പകർത്തും. നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ ആ രജിസ്ട്രേഷൻ എവിടെയാണ് എന്ന് നോക്കിയിട്ട് അവിടെ പോയി വണ്ടി പൊക്കും. ഇതാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ഇതല്ല സംവിധാനം വേണ്ടത്.
മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും അവരുടെ വാഹനം മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് അത് യാത്രയ്ക്ക് പറ്റിയ രീതിയിലാണ് എന്ന് മനസ്സിലാക്കി സർട്ടിഫൈ ചെയ്ത് അതിന് വേണമെങ്കിൽ അധിക ടാക്സും ഈടാക്കി ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് നിയമത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇത് തിന്നയില്ല, തീറ്റിക്കയില്ല, അതുപോലെ നമുക്കതില്ല, അതുകൊണ്ട് നീയും അത് ആസ്വദിക്കേണ്ട എന്ന രീതിയിലുള്ള കാട നിയമം കൊണ്ട് നടക്കുന്നത് ശരിയല്ല. ലോകം 2024 സഞ്ചരിക്കുന്നത്. നമ്മൾ ഇനി 2024 എത്താൻ മിനിമം ഒരു 50 കൊല്ലം കൂടെ കഴിയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.